ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് കഴിഞ്ഞ ബുധനാഴ്ച ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പണിമുടക്കിയായിരുന്നു. കാരണം ഒത്തിരി ജീവനക്കാർ ബുദ്ധിമുട്ടിലായി. ടിക്കറ്റ് എടുത്തവരും, കല്യാണത്തിന് പോകേണ്ടവരും, മരണത്തിന് പോകേണ്ടവരും, സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരും, അമ്മമാരും അനിയത്തിമാരും, അച്ഛന്മാരും അപ്പച്ചന്മാരും അമ്മച്ചിമാരും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, വെക്കേഷൻ പോകുന്നവർ, എമർജൻസി പോകുന്നവർ, പ്രവാസികൾക്കെല്ലാം വലിയൊരു ബുദ്ധിമുട്ടായി ഇത് ന്യൂസ് ഇങ്ങനെ പ്രചരിപ്പിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു പ്രവാസിയാണ്. അപ്പം ഞാൻ പറയുന്നത്, ഞാനത് കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. ഓരോരുത്തർ ഒരു ഹസ്ബൻഡിൻ്റെ ഹോസ്പിറ്റലിലാണ്, അമ്മച്ചി ഹോസ്പിറ്റലിലാണ്, അങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവർക്ക് പോകാനും കാണാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോലുള്ള പ്രവാസികൾ ചെയ്യുമ്പോൾ ഒത്തിരിയും പേര് കറക്റ്റ് ടൈമിന് തന്നെ ലീവിന് നാട്ടിൽ പോകുന്നുണ്ട്, തിരിച്ച് കറക്റ്റ് ടൈമിന് തന്നെ തിരിച്ച് കയറുന്നുണ്ട്, വിസ അടിക്കാതെ തന്നെ കറക്റ്റ് ഫോളോ അപ്പിന് തിരിച്ച് കയറി വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് വിസ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന പ്രവാസികളുമുണ്ട്. അപ്പോൾ ഇനിയും മുതൽ നമ്മൾ പ്രവാസികൾ നാട്ടിൽ പോകുമ്പോൾ വിസ 3 മാസത്തെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ തന്നെ പോകണം. പോയാലേ നാട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഫ്ലൈറ്റ് ഡിലേ ആവുമോ റദ്ദാക്കുമോ എന്തെങ്കിലും ചെയ്താൽ ആ കറക്റ്റ് ടൈമിന് നമുക്ക് വിസ നാട്ടിൽ കൂടുതലുണ്ട്. അപ്പം നമുക്ക് 1-2 ദിവസം ഡിലേ ആയാലും നമുക്ക് കയറി വരാനുള്ള വിസയുണ്ട്. സപ്പോസ് വിസ തീരാറായി 3 മാസമായി 4 മാസമായി, അങ്ങനെ തീരാറായി വരുമ്പോഴാണ് ഇങ്ങനെ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് വരുന്നത്. ഇതിൽ എമർജൻസി കേസുകൾ, അപ്പോഴാണ് ഇതുപോലെ ഫ്ലൈറ്റുകൾ പെട്ടെന്ന് റദ്ദാക്കുകയും അവർ സ്ട്രൈക്ക് എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കയറി വരാനും പറ്റില്ല, നമുക്ക് നിൽക്കാനും പറ്റില്ല. നാട്ടിൽ അത്രയും പ്രാരാബ്ദങ്ങൾ, അത്രയും ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും നമ്മൾ പെട്ടെന്ന് കയറി പോകുന്നത്, വിസ അവിടെ ചെന്ന് പെട്ടെന്ന് അടിക്കാൻ വേണ്ടി. പക്ഷേ ഇതുപോലുള്ള ഫ്ലൈറ്റ് ഇങ്ങനെ റദ്ദാക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു വിഷമവുമാണ്. ഇങ്ങനെ ചെയ്യാനും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ അവർക്ക് SMS കൊടുക്കുക, ഇതുപോലെ റദ്ദാക്കും, അതുകൊണ്ട് നിങ്ങളടുത്ത ഫ്ലൈറ്റിൻ്റെ കണക്റ്റിങ് ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ അവരെ മുൻകൂട്ടി അറിയിക്കുക. അല്ലാതെ എല്ലാവരും എയർപോർട്ടിൽ വന്നതിന് ശേഷം നോക്കുമ്പം ഫ്ലൈറ്റെല്ലാം ക്യാൻസൽ, അത് റദ്ദാക്കി എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഫ്ലൈറ്റ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ റദ്ദാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് അവർക്കൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. അന്നുള്ള കാര്യങ്ങൾ അന്നന്ന് അത് ചെയ്യാൻ വേണ്ടിയാണ് അവർ പെട്ടെന്ന് എമർജൻസി ആയാലും വെക്കേഷൻ ആയാലും കാണാനായാലും എന്തുമായാലും നാട്ടിൽ വരാൻ ഒരു ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഒത്തിരിയും വിഷമം തോന്നി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ ഒരു കല്യാണത്തിന് പോയതായിരുന്നു. പക്ഷെ അവൻ്റെ നിശ്ചയമായിരുന്നു. പക്ഷെ ഇന്ന് കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റി, പക്ഷേ നിശ്ചയത്തിന് എടുക്കാൻ പറ്റിയില്ല. കാരണം അവൻ ഫ്ലൈറ്റ് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് റദ്ദാക്കി, പിന്നെ അവന് വരാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ അനിയത്തി, അത് എൻഗേജ്മെൻറ്റ് ഒരു ഹിന്ദു ആയിരുന്നു. അപ്പോൾ എൻഗേജ്മെൻറ്റ് അവിടെ അവർ വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് അവർ എൻഗേജ്മെൻറ്റ് നടത്തി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണത്തിനെങ്കിലും അവന് വരാൻ പറ്റി. ചെറുക്കനാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാണ്. അപ്പോൾ കറക്റ്റ് ടൈമിന് വന്നുകൊണ്ട് ആ പയ്യൻ്റെ കല്യാണം നടന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ആ കല്യാണവും പോകണം. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രവാസികളോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നാട്ടിൽ പോകുമ്പോൾ, വെക്കേഷൻ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസത്തെ വിസയെങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. നാട്ടിൽ ചെന്ന് ലീവിന് തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് വിസ അടിച്ചുകൊണ്ടേ പോവാം. ഈ കറക്റ്റ് വിസയിൽ തന്നെ നാട്ടിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും, നിങ്ങൾക്ക് തിരിച്ചു വരാനും പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അവരെ അറിയിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസത്തെയെങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ നാട്ടിൽ വെക്കേഷന് പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ 3 മാസത്തെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് എമർജൻസി ആയാലും ഒരു 10 ദിവസത്തേക്കായാലും നമുക്ക് എമർജൻസി നീട്ടണമെങ്കിലും
നമുക്ക് ആ വിസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നീട്ടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അതനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ സബ്ജക്റ്റ്, എൻ്റെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.